വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇനി 21 മുതൽ നോക്കാം. കാൽക്കുലേറ്റ് ദ കറക്റ്റഡ് സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ പോയിന്റ് എ ഇഫ് ദ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഫ്രം ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് സെറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.5 കിലോമീറ്റർ ഫ്രം ദ പോയിന്റ് എ ഈസ് 3.46 മീറ്റർ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റഡ് സ്റ്റാഫ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അവർ ഒബ്സർവ് ചെയ്ത ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഒബ്സർവ്ഡ് സ്റ്റാഫ് റീഡിങ്ങും തന്നിട്ടുണ്ട്. ഒബ്സർവ്ഡ് സ്റ്റാഫ് റീഡിങ് അത് എത്രയാണ്? 3.46 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറക്റ്റഡ് സ്റ്റാഫ് റീഡിംഗ് ആണ്. അപ്പോൾ ആദ്യമേ അറിയേണ്ടത് കറക്റ്റഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ കർവേച്ചറും ഇൻക്ലൂഡഡ് ആണ്, റിഫ്രാക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അത് രണ്ടും കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കമ്പൈൻഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് കറക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കമ്പൈൻഡ് കറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കമ്പൈൻഡ് കറക്ഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാലോ, 0.0673 ഇൻറ്റു ഡി സ്ക്വയർ. അപ്പോൾ 0.0673 ഇൻറ്റു ഡി നമുക്ക് തന്നിട്ടുണ്ട് 1.5 സ്ക്വയർ. നമുക്ക് കിട്ടുന്ന ആൻസർ 0.1514. ഓക്കെ, അപ്പോൾ കറക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഒബ്സർവ് ചെയ്ത സ്റ്റാഫ് റീഡിങ്ങും തന്നിട്ടുണ്ട് നമുക്ക് 3.46 മീറ്റർ. അപ്പോൾ നമുക്ക് കറക്റ്റഡ് സ്റ്റാഫ് റീഡിങ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കറക്റ്റഡ് സ്റ്റാഫ് റീഡിങ് കണ്ടുപിടിക്കാൻ ഒബ്സർവ്ഡ് സ്റ്റാഫ് റീഡിങ്ങിൽ നിന്ന് കമ്പൈൻഡ് കറക്ഷൻ കുറച്ചാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ 3.46 മൈനസ് 0.1514 കുറയ്ക്കുക. നമുക്ക് ആൻസർ വരുന്നത് 3.3 സംതിങ് ആണ് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ 21st ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 3.31 മീറ്റർ. 3.31 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ആൻഡ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ഈസ് ഈക്വൽ ടു. ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലിൻ്റെയും ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലിൻ്റെയും ഈക്വൽ ആയിട്ട് ഇവിടെ വരുന്ന താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോർമലി നമ്മൾ ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലും ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലും വരുമ്പോൾ ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ മൈനസ് ഫസ്റ്റ് ആർ എൽ. അപ്പോൾ ഇത് ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. എന്താണ് ഡിഫറൻസ് ഇൻ ബാക്ക് സൈറ്റ് മൈനസ് ഫോർ സൈറ്റ്, അതാണ് ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ അവിടെ നിന്ന് എടുത്തെഴുതാൻ പറ്റും. ഓപ്ഷൻ സി ആണ് 22nd ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ കറക്ഷൻ ഓഫ് ദ റിഫ്രാക്ഷൻ ഫോർ എ ഡിസ്റ്റൻസ് ഡി ബിറ്റ്വീൻ ദ സ്റ്റാഫ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ്. അപ്പോൾ കറക്ഷൻ ഓഫ് റിഫ്രാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. കറക്ഷൻ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡി ആണ് വരുന്നത്. ഓക്കെ, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്, ഡി സ്ക്വയർ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 24th ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് എ ലൈറ്റ് ഹൗസ് so that it can be visible from a distance of 3 kilometer. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്ന 3 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നോർമലി ഇതിന് രണ്ട് ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് നമുക്ക് റൂട്ട് 13H, ഇതേ സെയിം തന്നെയാണ് എന്തെന്നും പറയുന്നത്. ഇതിനെ അല്ലാതെ എടുത്തേക്കുന്ന നമ്മൾ റൂട്ട് 13 സോൾവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് 3.855 റൂട്ട് H. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. മാനുവലി ചെയ്യാൻ എളുപ്പമുള്ള ഇക്വേഷൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ഡി ഈസ് ഈക്വൽ ടു 3.855 റൂട്ട് H. ഞാനിവിടെ സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ട് റൂട്ട് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3.855 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് എച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ? കാരണം ഡിയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. ഡി ആണ് നമുക്ക് 3 തന്നിരിക്കുന്നത്. അപ്പോൾ 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3.855 സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. അതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കുമ്പോൾ 3 സ്ക്വയർ ബൈ 3.855 സ്ക്വയർ ആണ്. സോ അങ്ങനെ നമുക്ക് ചെയ്തു വരുമ്പം ലാസ്റ്റ് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.605 ആണ് വരുന്നത്. 0.605 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണേ. ആൻസർ സി ആണ്. 24th ആൻസർ സി ആണ് വരുന്നത്. Then 25th question, a line of level has been run from benchmark of elevation 125.42 meter. 125.42 meter. And another benchmark of elevation 125.45 meter.
ഓക്കെ, അപ്പോൾ 2 ബെഞ്ച് മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലായിട്ടും ഇത് സെക്കൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലായിട്ടും എടുക്കാം. ഓക്കെ, ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ, ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവലാണ് തന്നിരിക്കുന്നത്. ദ സം ഓഫ് ബാക്ക് സൈറ്റ് ഈസ് 17.58 മീറ്റർ ആൻഡ് ദ സം ഓഫ് ഫോർ സൈറ്റ് ഇസ് ഈക്വൽ ടു 17.61. അപ്പോൾ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ബാക്ക് സൈറ്റ് തന്നിട്ടുണ്ട്, ഫോർ സൈറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് എറർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം അറിയേണ്ടത് ക്ലോസിംഗ് എറർ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ്. സോ ക്ലോസിംഗ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ മെഷേർഡ് വാല്യൂവിൽ നിന്ന്, നമുക്കിവിടെ ഒരു മെഷേർഡ് വാല്യൂ കാണത്തില്ലേ, ആ മെഷേർഡ് വാല്യൂവിൽ നിന്ന് ട്രൂ വാല്യൂ മൈനസ് ചെയ്താൽ മതിയാവും. ഓക്കെ, മെഷേർഡ് വാല്യൂവിൽ നിന്ന് അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂവിൽ നിന്ന് ട്രൂ വാല്യൂ മൈനസ് ചെയ്താൽ മതിയാവും. സോ അത് അപ്പോൾ ആദ്യം നമ്മൾ മെഷേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എങ്ങനെ മെഷേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും? മെഷേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സിഗ്മ ബി എസ് മൈനസ് സിഗ്മ എഫ് എസ് എന്ന് വെച്ചാൽ സം ഓഫ് ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ഫോർ സൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 17.58 മൈനസ് 17.61 ആണ് ആൻസർ. -0.03 മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മെഷേർഡ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ട്രൂ വാല്യൂ ആണേ. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുമ്പം അതെങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL ആണ്. ലാസ്റ്റ് 125.45 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തത് 125.42. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുമ്പോഴും കിട്ടുന്നത് 0.03 ആണ് കിട്ടുന്നത്. സോ ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? ക്ലോസിംഗ് എറർ -0.03 മൈനസ് 0.03 ആണ് വരുന്നത്. നമുക്ക് രണ്ടും കൂടെ ചെയ്യുമ്പോൾ മൈനസും മൈനസും ആണ്. സോ പ്ലസ് ചെയ്യുക 0.06. വലുതിന് നമുക്ക് രണ്ടും മൈനസ് ആയതുകൊണ്ട് തന്നെ ആ മൈനസ് സൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. -0.06 ആണ് വരുന്നത്. 25th ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, 25th ഓപ്ഷൻ എ. ഓപ്ഷൻ എ -0.06 മീറ്റർ. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. ക്ലോസിംഗ് എറർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആദ്യമേ പഠിച്ചു വെക്കുക. മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അതിൽ മെഷേർഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് മൈനസ് ഫോർ സൈറ്റ് ചെയ്യുക. ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ലെവൽ ചെയ്യുക. പിന്നെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലോസിംഗ് എറർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ട്രൂ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ പോയിന്റ് എ ആഫ്റ്റർ കറക്റ്റിംഗ് ദ റിഫ്രാക്ഷൻ ആൻഡ് കർവേച്ചർ. The staff reading at the point taken from an instrument set at a distance of 2 km from the point A is 2.56 meter. The staff reading from the same station on the benchmark of reduced level is 100 meter is 1.34 meter. നമുക്കിവിടെ D തന്നിട്ടുണ്ട്. എത്രയാണ്? 2 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്റ്റാഫ് റീഡിങ് 2.56 ആണ് പോയിൻ്റ് എയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഞ്ച് മാർക്കുള്ള പോയിന്റിലുള്ള സ്റ്റാഫ് റീഡിംഗ് 1.34 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ട്രൂ റെഡ്യൂസ്ഡ് ലെവലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ആദ്യം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് നോർമലി ഇവിടെ ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്, റെഡ്യൂസ്ഡ് ലെവൽ 100 ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലസ് അവിടുത്തെ തന്നെ നമ്മൾ സ്റ്റാഫ് റീഡിങ്ങിൻ്റെ വാല്യൂ എടുത്തു. സോ എനിക്ക് 101.34 എന്നാണ് കിട്ടുന്നത്. ഇനി അവിടെ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ലേ? ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് കറക്ഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ കറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ കമ്പൈൻഡ് ആണ് എടുക്കേണ്ടത്. കാരണം രണ്ടും കൺസിഡർ ചെയ്യുന്ന കാര്യം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0.0673 ഇൻറ്റു ഡി എന്ന് പറയുന്ന 2. ഇത് ചെയ്യുമ്പോൾ 0.2692 കിട്ടി. അപ്പോൾ കറക്ഷനും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ നോർമലി ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റാഫ് റീഡിങ്ങിൻ്റെ ആ ഒരു കറക്ഷൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റാഫ് റീഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.56 ആണ്. സ്റ്റാഫ് റീഡിങ്ങിൻ്റെ വാല്യൂ 2.56 ആണ് ഞാൻ എടുക്കേണ്ടത്. സോ അതിൽ നിന്ന് കറക്റ്റഡ് ആയിട്ടുള്ള വാല്യൂ കറക്ഷൻ ചെയ്യേണ്ട 0.2692 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2.29 എന്നാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റാഫ് റീഡിങ്. ഇനി നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കും. ഈ വാല്യൂ വെച്ചിട്ടാണ് റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി HI നമ്മൾ 101.34 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ കുറച്ചാൽ മതി, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 99.05 ആണ് വരുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത് 99.05 ആണ് വരുന്നത്. ഓക്കെ, 99.05. അടുത്ത ക്വസ്റ്റ്യൻ, correction of length
due to reduction to mean sea level is ആൻസർ വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെഷേർഡ് ലെങ്ത് ആണ്. ഓപ്ഷൻ എ ആണ്. 27 ഓപ്ഷൻ എ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മെഷേർഡ് ലെങ്ത്. 28th ക്വസ്റ്റ്യൻ, ഹൗ മച്ച് റിഫ്രാക്ഷൻ കറക്ഷൻ ഈസ് റിക്വയർഡ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 500 മീറ്റർ. 500 മീറ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം കറക്ഷനാണ്, റിഫ്രാക്ഷൻ കറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുമ്പോൾ 0.0112 ഇൻറ്റു ഡി സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 0.0112 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ കിലോമീറ്ററിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. 500/1000 നമ്മൾ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഫൈനലി 0.0028 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആൻസർ. 29th ക്വസ്റ്റ്യൻ, which of the following expression is used for the calculation of reduced level of a point. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ഏത് ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി, നമുക്ക് ആൻസറായി. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പ്രീവിയസ് പോയിൻറ്റ് -4. അതാണ് നമ്മുടെ ആൻസർ. 13th ക്വസ്റ്റ്യൻ, an observer standing on the deck of a ship just sees the top of lighthouse. The top of lighthouse is 14 meter. അപ്പം ഇത് ഒരു ഹൈറ്റാണ് എബോവ് ദ സീ ലെവൽ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഒബ്സർവർ ഐ ഈസ് 5 meter എബോവ് ദ സീ ലെവൽ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്സർവർ ഫ്രം ദ ലൈറ്റ് ഹൗസ്. ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേഷൻസ് റൂട്ട് 13h ഉണ്ട്, അതുപോലെ തന്നെ 3.855 റൂട്ട് എച്ച്, ഇതും നമ്മുടെ ഇക്വേഷനാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് D1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്, 3.855 റൂട്ട് H1. H1 എന്ന് പറയുന്നത് ഏതാണ്? 3.855 റൂട്ട് 40 ആണ് എടുക്കുന്നത്. സോ എനിക്ക് 24.38 എന്ന് കിട്ടും. ദെൻ D2 എടുക്കുമ്പോൾ 3.855 റൂട്ട് H2 ആണ് വരുന്നത്. 3.855 റൂട്ട് 5 വരുന്ന സമയത്ത് നമുക്ക് 8.620 രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും, 33 സംതിങ് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 33. ഓക്കെ, 13th ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 33. 31st ക്വസ്റ്റ്യൻ, കോണ്ടൂർ ലൈൻസ് ഡ്രോൺ ഓൺ മാപ്പ് ആർ ദ ലൈൻസ് വിച്ച് പാസ് ത്രൂ hills and depressions, same elevation, same latitude, same rainfall depth. ആൻസർ ബി ആണ്. സെയിം എലിവേഷൻസ് ബേസ് ചെയ്തിട്ടാണ് കോണ്ടൂർ ലൈൻസ് നമ്മൾ മാപ്പിൽ പ്ലോട്ട് ചെയ്യുന്നത്. ദ കോൺസ്റ്റന്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് കോണ്ടൂർ ഈസ് കോൾഡ്. ആൻസർ വരുന്നത് കോണ്ടൂർ ഇൻ്റർവെൽ. ഇതും സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കോണ്ടൂർ ഇൻ്റർവെൽ. ദ ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പ് ഓൺ എ കോണ്ടൂർ. അതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റീപ്പസ്റ്റ് കോണ്ടൂർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പ് ഓൺ എ കോണ്ടൂർ ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി കോണ്ടൂർ ആണ് വരുന്നത്. ഓക്കെ, അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി കോണ്ടൂർസ്. 34th ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഏരിയ ഓൺ എ കോണ്ടൂർ മാപ്പ് ഈസ്. ആൻസർ പ്ലാനിമീറ്റർ ആണ്. കാരണം ഏരിയ, നമ്മുടെ കോണ്ടൂർ മാപ്പിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്, മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പ്ലാനിമീറ്റർ ആണ്. 35th ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ കോണ്ടൂർ ഇൻ്റർവെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദ ഗ്രൗണ്ട് വെദർ ഇറ്റ് ഈസ് അണ്ടുലേറ്റിംഗ് ഓർ ഫ്ലാറ്റ്. Statement 2, in a hilly terrain or undulating ground, a smaller interval is adopted. Otherwise, the contour will come too close for plotting due to the steep slope. A, both statement 1 and 2 are individually true and statement 2 is the correct explanations of statement 1. B, both statement 1 and statement 2 are individually true, but statement 2 is not the correct explanation of statement 1. Statement 1 is true but statement 2 is false. Statement 1 is false but statement 2 is true. ഇതിലേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതിൽ ഫസ്റ്റത്തേത് കറക്റ്റാണ്, രണ്ടാമത്തേത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. 35th ക്വസ്റ്റ്യൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടൂർ ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ഡിറ്റർമിനിങ്
അപ്പോൾ കോണ്ടൂർ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്രെയിനേജിന് യൂസ് ചെയ്യാം, ഗ്രേഡിയൻറ്റിന് യൂസ് ചെയ്യാം, ഗ്രൗണ്ട് പ്രൊഫൈലിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതുമാണ്. സോ ആൻസർ ഓൾ ഓഫ് ദി അബോവ്. കോണ്ടൂർ ഇൻ്റർവെൽ റിലേറ്റഡ് വിത്ത് ടൈം ആൻഡ് ഫണ്ട്സ്. അത് എപ്പോഴും കോണ്ടൂർ ഇൻ്റർവെൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന അത് ഇൻവേഴ്സ്ലി റിലേഷനാണ് വരുന്നത്. ഓക്കെ, ഇൻവേഴ്സ്ലി റിലേഷനാണ്. The suitable contour interval for a map with a scale 1:10,000 is. അപ്പോൾ ഇത് കോണ്ടൂർ ഇൻ്റർവെൽസിൻ്റെ ആ ഒരു വാല്യൂസ് അറിഞ്ഞിരുന്നാലേ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നോർമലി ബിൽഡിംഗ് സൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ 0.2 to 0.5 ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1/100 to ഒരു 1/500 ഒക്കെ റേഞ്ചാണ് ബിൽഡിംഗ് സൈറ്റ്സിന് വരുന്നത്. അതേസമയം ടൗൺ പ്ലാനിങ്ങിൻ്റെ കേസ്, റിസർവോയറിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇൻ്റർവെല് 0.5 to 2 മീറ്റർ വരും. ഒരു 5000 റേഞ്ചിലാണ് നമുക്ക് അവിടുത്തെ റേഷ്യോ വരുന്നത്. ഇനി ലൊക്കേഷൻ സർവേയിലോട്ട് പോവുകയാണെങ്കിൽ ലൊക്കേഷൻ സർവേ ഇൻ്റർവെല് ഒരു 2 to 3 മീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ റേഷ്യോ 1:10,000 സ്കെയിലിൽ ഓർ 1:25,000 വരെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൊക്കേഷൻ സർവേ ആണ്. ലൊക്കേഷൻ സർവേയിൽ നമ്മൾ നോർമലി എടുത്തിരിക്കുന്നത് 2 മീറ്ററാണ്. ഓക്കെ, നോർമലി നമ്മൾ എടുത്തിരിക്കുന്നത് 2 മീറ്ററാണ്. സോ ആൻസർ എ ആണ് കറക്റ്റ്. ആൻസർ എ ആണ് കറക്റ്റ്. 39th question. Which one of the following scales is used to plot contour maps? Horizontal scale, vertical scale, vernier scale, oblique scale. അപ്പോൾ കോണ്ടൂർ മാപ്സിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന സ്കെയിൽ ഹൊറിസോണ്ടൽ സ്കെയിൽസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The horizontal distance between 2 points on 2 consecutive contour is known as horizontal equivalent.